ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? നല്ലപോലെ കര ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ച് ആ കരം ഒന്ന് കൊടുത്തിട്ട് പറ, സന്തോഷത്തോടെ ആയിരിക്കണമേ. ഹല്ലേലൂയ. ഇത് സഭയാണ്, നമ്മുടെ ഭവനമല്ല, തിയേറ്റർ അല്ല, മാർക്കറ്റ് അല്ല, ഹൈപ്പർ മാർക്കറ്റ് അല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സഭയായി ദൈവജനം ഒരുമിച്ച് ഇവിടെ ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയതാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ബലത്തിനൊത്ത്, ദൈവം തന്നിരിക്കുന്ന ആയുസ്സിനൊത്ത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വായികളെ അടച്ചിരിക്കുവാനല്ല, പകൽ നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന ദൈവത്തിന് സർവശക്തിയും ഉപയോഗിച്ച് അല്പനേരം കൈകളെ അടിച്ച് അന്യഭാഷകളെ ഒന്ന് ഉയർത്തി, ഓ യേശു അല്ലാതെ എനിക്ക് വേറെ ആരും ആശ്രയിപ്പാൻ ഈ ലോകത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് അന്യഭാഷകൾ. യേശു ഇന്ന് പകൽ എന്നെയും നിന്നെയും തൊടുന്ന പകലാ. ഓ ജീസസ്, ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇതെന്റെ ഉള്ളിൽ തന്നപ്പം മുതൽ ഒരസാധാരണ ശക്തി. ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വരുമ്പോഴും ഇതുവരെയും ഒരു അസാധാരണ ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അത് നിങ്ങൾ എത്ര പേര് അനുഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേർക്ക് ഒന്നുകൂടെ കരം കൊടുത്തിട്ട് പറ, ദുഃഖം ഇന്ന് മാറും. ഒന്ന് കൊടുത്ത സിസ്റ്ററെ, ദുഃഖം മാറും, ഇന്ന് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ. വേഗത്തിലൊരു വാക്യം വായിച്ചേട്ടാ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഈ വചനം എത്ര പേര് ധ്യാനിച്ചിട്ടുണ്ട്? എപ്പോഴും നമ്മൾ വചനം ധ്യാനിക്കുന്നവരാ. എപ്പോഴും ചില വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ധ്യാനിക്കുമ്പോൾ പല ചിന്തകളായിരിക്കും ദൈവം നമ്മുടെ ഉള്ളിൽ തരുന്നത്. ഹല്ലേലൂയ. ഞാനിത് പലപ്പോഴും വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ആഴമേറിയതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് രണ്ട് പേർക്ക് കൂടെ ഒന്ന് കരം കൊടുത്തിട്ട് പറ, ഇന്ന് ദുഃഖം മാറും, സന്തോഷം വരും. ഇതാരാ പറഞ്ഞതെന്നറിയാം? ഞാനല്ല പറഞ്ഞത്, യേശുവാ പറഞ്ഞത്. ഹല്ലേലൂയ. ക്രൂശീകരണത്തിന്റെ ലാസ്റ്റ് ഒടുവിൽ ഹല്ലേലൂയ കഷ്ടതയെക്കുറിച്ച് ശിഷ്യന്മാരോട് മുന്നറിയിപ്പ് കൊടുക്കുന്നതാ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടം വരും. ആ കഷ്ടതയിൽ നിങ്ങൾക്ക് ദുഃഖം സംഭവിക്കാം, നിങ്ങൾക്ക് യാതനകൾ സംഭവിക്കാം, വേദനകൾ വരും, നിരാശകൾ വരും. പക്ഷെ ഇന്ന് പകൽ ദുഃഖം മാറും. ഇന്ന് പകൽ നിന്റെ ദുഃഖം മാറും. പരിശുദ്ധാത്മാവ് ആരംഭത്തിൽ പറയുന്നു, പല വേദനകളിലൂടെ പല ദുഃഖത്തിൽ ഇന്ന് പകലായിരിക്കുന്ന ചിലരോട് ഞാനൊരു ദൂത് പറയാം. നീ ഈ വചനം വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ വേദന മാറുന്ന ദിവസമാ, നിന്റെ ദുഃഖം ഇന്ന് മാറുന്ന ദിവസമാ. ഇന്ന് പകൽ നിനക്കത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ സ്നേഹം നിനക്ക് തന്നത് എന്തിനാണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ യേശു ഇത് പറയുന്നതിൻ്റെ ഒത്തിരി കാരണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ യേശുവിനറിയാം യേശു ക്രൂശിക്കപ്പെടാൻ പോവുകയാണെന്നും മരിച്ചു ഉയർക്കുമെന്നും യേശുവിനറിയാം. പക്ഷേ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്കത് മനസ്സിലായില്ല. ഹല്ലേലൂയ. യേശു പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങൾ കരഞ്ഞ് വിലപിക്കും,
ഇത് ശിഷ്യന്മാരോടാ പറയുന്നത്. ആമീൻ. ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും. എന്നാൽ അതിനകത്തെ ടിസ്റ്റ് എത്ര പേർക്ക് മനസ്സിലാവും? എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഹല്ലേലൂയ. ആമീൻ. ഇത്രയും ആഴം തന്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ആമീൻ. യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഫോളോ ചെയ്ത് യേശുവിന് വേണ്ടി പിന്തുടരുന്ന നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? യേശുവില്ലാത്തൊരു ജീവിതം അത് ശൂന്യതയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വിളിച്ചു വരുത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരും. പക്ഷേ ഞാനും നീയും വിശ്വസിക്കുന്ന യേശുവിനെ ആണെന്നുണ്ടെങ്കിൽ, നീ ആ യേശുവിനെ വിളിക്കുന്നെന്നുണ്ടെങ്കിൽ നിന്റെ ദുഃഖം മാറും, നിന്റെ നിരാശ മാറും. നിന്റെ ജീവിതം സന്തോഷമായി മാറും. ഓ ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പലരുടെയും ജീവിതത്തിൽ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത്, നീ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് യേശു സന്തോഷം തരാൻ പോവുക. ആമീൻ. ഇവിടെ പാടിയില്ലേ, യേശു അല്ലാതെ ഇല്ലെനിക്ക് ഭൂവിൽ ആശ്രയം വേറെ ആരുമല്ല. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. യേശുവില്ലാത്ത ജീവിതം വെറും ശൂന്യമാച്ചായി. യേശുവിനെ അറിഞ്ഞ് നീ സത്യത്തിൽ ഇറങ്ങിയപ്പോൾ വിശ്വാസം ഇന്ന് പകൽ നിനക്കുണ്ടോ എന്ന് നീ ഇന്ന് ചിന്തിക്കണം. ആമീൻ. യേശുവില്ലാത്ത നീ അനുഭവിച്ച ആ ശൂന്യത നീ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശു പറയാം, മടങ്ങി വാ. ആമീൻ. ഇന്ന് നീ പകൽ മടങ്ങി വാ. ആമീൻ. നീ അനുഭവിക്കാത്തൊരു സന്തോഷം ഇന്ന് പകൽ നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. യേശു ഇവിടെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, യേശു ക്രൂശീകരണത്തിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുക, ഞാൻ കുറച്ച് നാൾ നിങ്ങളുടെ കൂടെ കാണുകയില്ല. ആമീൻ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പോകുന്നത് കൊണ്ട് ലോകം സന്തോഷിക്കും. എന്നെ എതിർത്തവരും എന്നെ തള്ളിപ്പറഞ്ഞവരും എന്നെ വേണ്ട എന്ന് പറഞ്ഞവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അത് ലോകത്തിലുള്ളവർക്ക്. ഓ ഹല്ലേലൂയ. പക്ഷേ ഞാൻ വരും, ഞാൻ ഉയർക്കും. ഹല്ലേലൂയ. ആ വെളിപ്പാട് നിങ്ങൾക്കറിയത്തില്ല. എന്റെ മത്തായി, എന്റെ പത്രോസേ, യോഹന്നാനേ, തിമോസേ, ആമീൻ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് അതിന്റെ 16-ാമത്തെ വാക്യം പറയുന്നു, കുറഞ്ഞൊന്ന് നാൾ, ആമീൻ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളുടെ കൂടെ കാണത്തില്ല. പിന്നെയും കുറഞ്ഞുന്ന നാള് ഞാൻ നിങ്ങളോട് കൂടെ വരും. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. തോമസേ, പത്രോസേ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ആമീൻ. ഇന്ന് ഉയർത്ത് ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മ വന്നില്ലേ? അന്ന് നിനക്കത് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുകയല്ലേ? ഓ ജീസസ്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഓ ജീസസ്. അങ്ങനെ ആരെങ്കിലും ഇന്ന് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, വചനം പറയുന്നു, എന്നാൽ നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ആമീൻ. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്റെ ജോലി മേഖലകളിലല്ലേ പ്രയാസം. ആമീൻ. നിന്റെ ഭവനത്തിനകത്തല്ലേ വിഷയം. ആമീൻ. നിനക്ക് സാമ്പത്തിക മേഖലകളിലല്ലേ നിനക്കൊരു പ്രയാസം. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുമ്പിൽ മടങ്ങി വാ. യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് നീ ചിന്തിക്കുമ്പോഴാ അത് ശിഷ്യന്മാർക്ക് കുറച്ചു നാൾ മനസ്സിലാവാഞ്ഞത് കൊണ്ട്, ആമീൻ, അത് ശിഷ്യന്മാർക്ക് ഗ്രഹിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട്, ആമീൻ, അവർ ദുഃഖത്തിലേക്ക് പോകാൻ ഇടയായി. ആമീൻ. അവരെ ചിലർ പിടിക്കാൻ വന്നു. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയതിനു ശേഷം ആമീൻ, അവർ പല ഇടങ്ങളിൽ ഒളിച്ചിരുന്നു. ആമീൻ. പല ഇടങ്ങളിൽ അവർ മാറി മാറി നിന്നു. എന്താണെന്നറിയാം, അവരുടെ ഉള്ളിൽ ഭയം വ്യാപരിച്ചു. ഹല്ലേലൂയ. അപ്പോഴും ശിഷ്യന്മാരുടെ അകത്ത് യേശുവിന്റെ വെളിപ്പാട് വന്നില്ല. ചായ. ഹല്ലേലൂയ. അതെപ്പോഴാ വന്നേന്നറിയാമോ? ആമീൻ. അവനെ അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആമീൻ. ആദ്യം ശിഷ്യന്മാർക്ക് ആമീൻ അവർ പ്രത്യക്ഷനായപ്പോൾ അന്നേരവും ചിലർ വിശ്വസിച്ചില്ല. ആമീൻ. ഹല്ലേലൂയ.
ദിദിമോസ് എന്ന് പറഞ്ഞ തോമസ് ചോദിച്ചു, അത് വെറുതെയാ. ആമീൻ ഹല്ലേലൂയ. എങ്കിൽ അവന്റെ വിലാപുറത്ത് ആമീൻ അവനെ ആണി അടിച്ച പാടുകളുണ്ട്. ആമീൻ അതെന്നെ ഒന്ന് കാണിച്ചില്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നിന്റെ കൂടെ ഉണ്ട് എൻ്റെ ബ്രദറെ. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എൻ്റെ സിസ്റ്ററെ. നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്തത്? ആമീൻ നിങ്ങൾ അവനോടൊപ്പം അവന്റെ സാന്നിധ്യത അറിയാത്തത് കൊണ്ടാ. ആമീൻ ആമീൻ ഏത് കഷ്ടതകൾ വന്നാലും ഏത് യാതനകൾ വന്നാലും ഞാൻ പറയാം, യേശുവ മാത്രമായ എനിക്ക് നിനക്കും ശരണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. എനിക്ക് ഇത്രയൊക്കെ ഒച്ച എടുത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം ബലം തരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആമീൻ. കഴിഞ്ഞ ആഴ്ച ഇത് കേട്ടിട്ട് ആമീൻ പേരൊന്നും ഞാൻ പറയത്തില്ല. എന്നോട് പറഞ്ഞ് എന്തിനാ എത്ര സൗണ്ടിൽ സംസാരിക്കുന്നേ, നിനക്കത് പറ്റുമോ എന്ന് ചോദിച്ചു. നോ, ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും തന്നുവെങ്കിൽ, ആമീൻ ദൈവത്തിൻ്റെ അഭിഷേകവും നമ്മുടെ തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനറിയാൻ കരുതുവാനും ദൈവത്തിനറിയാൻ പോറ്റുവാനും, ആമീൻ ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ അറിയാൻ പറ്റിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടേനെ. ഓ ഹല്ലേലൂയ. മുന്നേ വിളിച്ചത് കൊണ്ടും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്റെ ഉള്ളിൽ വന്നത് കൊണ്ടും ആമീൻ ഇന്ന് പകൽ ഞാൻ നിൽക്കുന്നത് ആമീൻ അവന്റെ കൃപയാണെന്ന് ആമീൻ എനിക്ക് സംശയമില്ലാതെന്ന് പറയാൻ പറ്റും. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആമീൻ. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തപ്പം ഡോക്ടറിന്റെ റിസൾട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. 2-3-4 നേഴ്സുമാർ എൻ്റെ അടുത്ത് വന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ചോദിക്കുക, എന്താ അതിൻ്റെ റീസൺ? മെഡിസിൻ കഴിക്കുന്നുണ്ട് അച്ഛാ, എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബട്ട് എന്തുകൊണ്ട് വീണ്ടും ഇത് വന്നു? ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമാണ്, ഹല്ലേലൂയ, ജെനറ്റിക്സ് ആണ്. അച്ഛാ വിശ്വസിക്കുന്നു അച്ഛാ? ജെനറ്റിക്സ്. ഹല്ലേലൂയ. അമ്മ എനിക്കറിയാം, എനിക്ക് വേണ്ടി യേശു ശാപം വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറിയ. ആമീൻ ഹല്ലേലൂയ. അതുകൊണ്ട് പാരമ്പര്യ രോഗമൊന്നും എൻ്റെ മേൽ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, എനിക്കിത് ദൈവം തന്നതാ, ചിലത് ദൈവം അനുവദിക്കുന്നതാ. എന്തിനാണെന്നറിയാമോ? നീ ഒന്നുകൂടെ ക്രമീകരിക്കാനുണ്ട്, നീ ഇച്ചിരൂടെ ഒന്ന് കുഴയാനുണ്ട്. ആമീൻ ഹല്ലേലൂയ. ഈ മൺപാത്രമൊക്കെ ഉണ്ടാക്കുമ്പം അവർ മണ്ണ് കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പം പുതിയ ടെക്നോളജി വന്നതുകൊണ്ട് മെഷീനകത്താണ് ചെയ്യുന്നത്. ആമീൻ ഹല്ലേലൂയ. അതിനകത്തൊരു തരിയോ ആമീൻ ഹല്ലേലൂയ ഒരു കണ്ടമിനേഷനോ ഒന്നും വരാൻ പാടില്ല. ആമീൻ ഹല്ലേലൂയ. അത് വീണ്ടും വീണ്ടും അവർ കുഴയ്ക്കും. ആമീൻ ആ കുഴയ്ക്കകത്ത് വരുന്നതാച്ചാ ഈ കുഴപ്പങ്ങളെല്ലാം. ആമീൻ അത് നീ അറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചോണം. അല്ലാതെ അയ്യോ എനിക്കിത് വന്ന് എന്തുകൊണ്ടാ വന്നത്, ദൈവത്തെ കുറ്റം പറഞ്ഞ് നീ ഇരിക്കരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ല എന്ന് വെച്ച് നീ ദൈവത്തെ കുറ്റം പറയരുത്. 1-2 പേർക്കൊന്ന് കരം കൊടുത്ത് പറ, ദൈവത്തെ വെറുതെ കുറ്റം പറയല്ലോ. കഴിഞ്ഞില്ല, ഒന്നുകൂടെ മുഖം നോക്കിയിട്ട് പറ, അതെന്റെ കുഴപ്പച്ചാ എന്ന് പറ. ചിലവർക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ജീവനോടെ നിൽക്കുവാൻ ദൈവം കൃപ തന്നു. നിങ്ങൾക്കറിയാമോ, 2 ബ്ലോക്ക് 98% ആയിരുന്നു ബ്ലോക്ക്. ഹല്ലേലൂയ. ദൈവം മരിക്കാൻ അനുവദിച്ചില്ല. എന്നോട് ദൈവം പറഞ്ഞു, മോനെ നിനക്ക് വേണ്ടി ഞാൻ മുമ്പേ മരിച്ചു, അതുകൊണ്ട് നീ മരിക്കത്തില്ല, നീ ജീവനോടെ നിന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളെ പ്രസ്താവിക്കും. ഹല്ലേലൂയ. ഇന്ന് അച്ഛൻ ഒരു സങ്കീർത്തനം ടച്ച് ചെയ്തു പോയി. ആമീൻ. അവർ സ്വപ്നം കണ്ടവരെ പോലെ ആയിരുന്നു. ആമീൻ. അവർ സ്വപ്നം കണ്ടവരെ പോലെ. ആമീൻ. ആ പ്രവാസത്തിൽ നിന്ന് മടക്കി വന്നപ്പോൾ അവർ സ്വപ്നം കണ്ടവരായി മാറി. ആമീൻ. അവരുടെ വായിൽ ആർപ്പും. ആമീൻ. ആ സങ്കീർത്തനം ഒന്ന് പറ്റുമെങ്കിലും ഒന്ന് വായിച്ചേച്ചാ. 126 സങ്കീർത്തനം തോന്നല്ലേ? ആമീൻ. ഹല്ലേലൂയ. ഒന്ന് പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ചേ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പ് നിറഞ്ഞിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ വൻ കാര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത് കൊണ്ട്. ഇത് എത്ര പേർക്കൊന്ന് ഗ്രഹിക്കാൻ പറ്റും? ആമീൻ. എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും?
ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടി എന്റെ യേശു വൻ കാര്യങ്ങളെ ചെയ്തത് കൊണ്ട് ആമേൻ എന്റെ വായിലാർപ്പും ചിരിയും ഉല്ലാസവും ഘോഷവും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സഭയുടെ ലെവല് മാറുകയാ. ആമീൻ. ആരാധന മാറുകയാ. കേറുന്നവരുടെ വിശ്വാസം വർദ്ധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടുത്തേക്ക് വരാം. ഇത് ശിഷ്യന്മാർക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. എന്നിട്ടത് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത് ദൈവം പറയുക, കർത്താവ് പറയുക. അമ്മ എൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാ. ആ ആ നോക്കിയേ. ഹല്ലേലൂയ. ശിഷ്യന്മാര് 3.5 വർഷം നടന്നത് കൊണ്ടൊന്നും ഹല്ലേലൂയ ദൈവത്തിന്റെ ആഴവും കർത്താവിന്റെ ആഴവും വെളിപ്പാടും ഒന്നും അവർക്ക് മനസ്സിലായില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതുപോലെ സഭയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ 25 വർഷം ഇരുന്നാലും നമുക്ക് ദൈവത്തെക്കുറിച്ച് ഇതുവരെ ആഴമായിട്ട് ആമേൻ അറിയാനും ആമേൻ ഹല്ലേലൂയ അനുഭവിപ്പാനും കഴിയാത്തവരുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആമേൻ നീ ദൈവത്തോടൊപ്പം നടന്നാൽ ദൈവത്തിന്റെ വചനം നിന്റെ അകത്ത് കയറുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോടൊപ്പം വളരാൻ പറ്റൂ. ആമേൻ. ഹല്ലേലൂയ. വചനമില്ല എങ്കിൽ വളർച്ച കുറവാച്ചായ. ഹല്ലേലൂയ. ആമീൻ. ശിഷ്യന്മാരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു സ്ത്രീ തന്റെ പ്രസവ വേദന അടുക്കുമ്പോൾ തൻ്റെ 10 മാസം ചുമന്ന് ആമീൻ ഒരു അമ്മ തൻ്റെ മകനെ പ്രസവിക്കുമ്പോഴുള്ള വേദന ആമീൻ അത് തൻ്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ആമീൻ. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറയുകയാണ് ഹല്ലേലൂയ ആ പ്രസവിച്ച ശേഷം ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം അത് ജീവിതത്തിൽ വലുതാച്ചായ. അപ്പോൾ അതിന്റെ പിന്നിൽ നടന്ന വേദനകളും അനുഭവങ്ങളും ആ സ്ത്രീ മറന്നുപോയ കാര്യം എന്താണെന്നറിയാമോ? വന്ന ആ സന്തോഷത്തെ ഓർത്തുകൊണ്ട് ആമീൻ എല്ലാം മറന്ന് ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ പിന്നിൽ നടന്ന വേദനകൾ ഓർമ്മ കാണില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. 1-2 പേർക്ക് കരം ഒന്ന് കൊടുത്തിട്ട് പറ, നിങ്ങളൊന്ന് കേറി വിശ്വസിച്ചോ സന്തോഷം ഉണ്ടാകുമെന്ന് പറ. ഹല്ലേലൂയ. ചുമ്മാ കൊടുത്തിട്ട് പോയാൽ ചുമ്മാതെ പോകത്തേ ഉള്ളൂ. കയറി വിശ്വസിച്ച് അതിനെ റിസീവ് ചെയ്താൽ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാകാൻ പോവുക. ആമീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ ആവശ്യമാണ്. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ആവശ്യമാണ്. ആമീൻ. നിനക്കത് ചെയ്തു തരണമെന്ന് എൻ്റെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ജെനറ്റിക്സ് ആണ്. ഹല്ലേലൂയ. പാരമ്പര്യ രോഗങ്ങളെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ അപ്പനും അമ്മയ്ക്കും വന്നതുകൊണ്ട് എൻ്റെ തലമുറകൾക്കും വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? കരം ഒന്ന് ഉയർത്തി അവരെ മുമ്പോട്ട് വിളിച്ചിരുത്തി ഒന്ന് പ്രാർത്ഥിക്കാനാ. ഹല്ലേലൂയ. നോ. യേശു എന്തിനാ മരിച്ചതെന്നറിയാമോ? നിന്റെ പാവങ്ങൾക്കും നിന്റെ ശാപങ്ങൾക്കും നിന്റെ പാരമ്പര്യ രോഗങ്ങൾക്കും യേശു ക്രൂശിൽ മരിച്ചത്. ആമീൻ. ഹല്ലേലൂയ. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ച് ഹല്ലേലൂയ. യേശു എന്തോ പറഞ്ഞെന്നറിയാമോ? എല്ലാം നിവർത്തിയായി. എല്ലാം നിവർത്തിയായി എന്ന് വെച്ചാൽ സകലതും നിവർത്തിയായി. ആമീൻ. ഇനിയുള്ള രോഗമോ ശാപമോ പാപമോ ഒന്നും നിന്റെ ജീവിതത്തിൽ വരികയില്ല. അതിനകത്തൊരു പൂർത്തീകരണം എൻ്റെ യേശു തന്നിട്ടാ മരിച്ച് ഉയർത്തെഴുന്നേറ്റ്. ശിഷ്യന്മാരെ, എൻ്റെ പത്രോസേ, തോമസേ, യോഹന്നാനെ, ഹല്ലേലൂയ, നിങ്ങൾ ഒന്നോർത്തോ. ആമീൻ. നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കഷ്ടങ്ങളായിരിക്കും. ഹല്ലേലൂയ. പല വേദനകളായിരിക്കാം, പല പ്രയാസങ്ങളായിരിക്കാം. പക്ഷേ അതെല്ലാം മാറുന്ന ഒരു സമയമുണ്ട്. ആമീൻ. ഹല്ലേലൂയ. കൂടിപ്പോയ 3 ദിവസം, ആ 3 ദിവസത്തിനകത്ത് നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ ദൈവകൃപ എന്ന് പറയുന്നത്. ആമീൻ. ഹല്ലേലൂയ. ഇത് 1 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റത്തില്ല. ആമീൻ. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ തളർന്നു പോകും. അത് നമ്മുടെ മാനുഷിക ബുദ്ധിയാച്ചേ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാ. എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ? എന്ത് വിഷമാച്ചായ? മരിച്ചാ പോവും. ദൈവത്തിനറിയാം
എന്നെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിനറിയാമ എൻ്റെ സമയം. ആ സമയം കഴിയാതെ ഒരു മനുഷ്യനും ഒരു ഡോക്ടർക്കും അവന്റെ സകല ബ്രെയിൻ എടുത്ത് അവന്റെ സകല ടെക്നോളജിയിലും അവൻ പറഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. എൻ്റെ ദൈവം വിചാരിക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവം അല്ലാതെ നിന്നിൽ നിന്ന് ജീവൻ എടുക്കത്തില്ല. ആമീൻ. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റിവേ. അതുകൊണ്ട് ആ നിരാശകളൊക്കെ ഒന്ന് മാറ്റിവേ. ദൈവം ഇല്ലാതെ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആമീൻ. ഹല്ലേലൂയ. നിങ്ങൾ ദുഃഖിക്കും, ലോകം സന്തോഷിക്കും. നിന്നെ കുറ്റം പറഞ്ഞവരും നിന്നെ തള്ളിക്കളഞ്ഞവരും നിന്നെ നിന്ദിച്ചവരെല്ലാം നിന്നെ കുറ്റം പറഞ്ഞവരൊക്കെ ആമീൻ ഹല്ലേലൂയ നിന്റെ ഇത് അവസ്ഥകൾ കണ്ട് സന്തോഷിക്കും. പക്ഷെ അത് മാറാൻ പോവുകയാ. അതൊക്കെ മാറാൻ പോവുകയാ. എന്താണെന്നറിയാമോ? പിന്നിൽ ഒരു ഉയർപ്പ് നടക്കാൻ പോവുകയാ. ഹല്ലേലൂയ. പിന്നിൽ ഒരു ഉയർപ്പ് നടക്കാൻ പോവുകയാ. നിന്റെ ദുഃഖത്തിന്റെ നിരാശയ്ക്കും നിന്റെ പ്രയാസത്തിനും നിന്റെ ശാപത്തിനും രോഗത്തിനും വേണ്ടി പിന്നിൽ ഒരു ഉയർപ്പ് നടക്കാൻ പോവുകയാ. 3 ദിവസമേ അത് ദൈവം അനുവദിക്കത്തുള്ളൂ. പക്ഷെ ഉയർപ്പ് നടന്നാൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം. ആമീൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നവർ ഹല്ലേലൂയ. ഇതിനെ കരഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. അസാധാരണമായ ഒരു ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. എങ്ങനെയാ സന്തോഷം മുമ്പോട്ട് പോകുന്നേ? യേശുവിന്റെ ഉയർപ്പ് സംഭവിക്കും. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ നോ, അവൻ ഉയർക്കത്തില്ല, അവൻ പുറത്ത് വരത്തില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഗ്രഹിക്കാതെ പേടിച്ച് പലയിടങ്ങളിൽ പാർത്തു നടക്കുക. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3-ന്റെ അന്ന് മരണപാശങ്ങളെ അവൻ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റു. ആദ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ആമീൻ. അപ്പൊ യേശുവിന് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. തോമസേ, പത്രോസേ, യോഹന്നാനെ, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലല്ലോ. കുറഞ്ഞൊന്ന് നാൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. പിന്നെയും കുറഞ്ഞൊന്ന് നാൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലായോ? ഹല്ലേലൂയ. യേശു വന്ന് നിന്നപ്പോ അവരുടെ സന്തോഷം, അവരുടെ ദുഃഖങ്ങൾ മാറി. ആമീൻ. 3.5 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന അരുമനാഥൻ, ആമീൻ ഹല്ലേലൂയ, അവനെ കല്ലറയിൽ ഒതുക്കി വെച്ചിട്ടും ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയാൽ അവൻ പുറത്തു വന്നതുകൊണ്ട് ഇന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാ. അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേച്ചാ. 22-ാമത്തെ വാക്യം. ആമീൻ ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ. ഞാൻ പിന്നെയും വരും. ഹല്ലേലൂയ. അവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ആമീൻ. അവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനാ വന്നതെന്നറിയാമോ? നീ ദുഃഖിച്ചല്ലേ ഇതിനകത്ത് വന്ന് കയറിയത്? അല്ലെങ്കിൽ നീ പ്രയാസപ്പെട്ടല്ലേ വന്ന് കയറിയത്? കഴിഞ്ഞ നാളുകളിൽ നീ കരഞ്ഞ ചില വിഷയങ്ങളില്ലേ? ആമീൻ. അതിന് മറുപടി ഉണ്ട് എൻ്റെ ബ്രദറെ, അതിനും മറുപടി ഉണ്ട് എൻ്റെ സിസ്റ്ററെ. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾ എന്നെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആമീൻ. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. അതിനെ കരങ്ങളെ ഒന്ന് അടിച്ചൊന്ന് സ്വീകരിച്ച്. അത് മനസ്സിലായ അടിക്കോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുവരെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ചില കുടുംബത്തിലെയും നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ മേലുള്ള പ്രഷറും ഹല്ലേലൂയ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ആമീൻ ഹല്ലേലൂയ ജോലിയില്ലായ്മയിലും ആമീൻ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധികളിലൊക്കെ ഹല്ലേലൂയ സന്തോഷം എടുത്തുകൊണ്ട് പോയി. നോ, ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. ഇത് പറയുന്നത് ആരാന്നറിയാമോ? യേശു. ഹല്ലേലൂയ. ഒരാളും നിന്റെ ജീവിതത്തിൽ നിന്ന് ആ സന്തോഷം ഇനി എടുത്ത് കളയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ദുഃഖിച്ചിരുന്നില്ലേ? നിങ്ങൾ വിലപിച്ച് കരഞ്ഞില്ലേ? ലോകം നിങ്ങളെ നോക്കി ചിരിച്ചില്ലേ?
ആമീൻ. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ ദുഃഖം ആരും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് ഇനി എടുത്ത് കളയത്തില്ല. ആമീൻ. ഹല്ലേലൂയ. ഇത് യേശുവിന്റെ ഒരു ഡിക്ലറേഷൻ ആയിരുന്നു. ആമീൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് യേശു ശിഷ്യന്മാരുടെയൊക്കെ ലെവല് മാറിയില്ലേ ചേ, അല്ലേ? ഹല്ലേലൂയ. യേശു എത്ര അത്ഭുതവനാ. ഹല്ലേലൂയ. ഈ യേശുവിന്റെ സ്നേഹം അറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് വെറുതെ കൈകെട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആരാധിച്ച് നിൽക്കുമ്പോഴും കൈകെട്ടി നിൽക്കും. ഹല്ലേലൂയ. ഇന്ന് അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, ഹല്ലേലൂയ, എൻ്റെ ദുഃഖത്തെ, എൻ്റെ വിലാപത്തെ ആമി എന്നിൽ നിന്ന് എടുത്തു മാറ്റി ആമി എന്നേക്ക് നിലനിൽക്കുന്ന നിത്യമായ ഒരു സന്തോഷം ക്രൂശിലൂടെ എനിക്ക് തന്ന എൻ്റെ യേശുവിനെ എത്ര സ്തുതിച്ചാലും മതി വരെയില്ല എന്ന് ആമീൻ നിങ്ങൾക്കൊന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമീൻ. ആ തീരുമാനം ഇന്ന് എടുത്താൽ നിങ്ങൾ ഇന്ന് ഇതിനകത്ത് ഇറങ്ങുന്നതിന് മുമ്പ്, ഈ ആലയത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ദുഃഖത്തെ കർത്താവ് മാറ്റും. ആരും എടുത്ത് കളയാൻ പറ്റാത്ത എന്നേക്കും നിലനിൽക്കുന്ന ഒരു സന്തോഷം ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരികയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദുഃഖം മാറും, പ്രയാസം മാറും. ആമീൻ. ചില കരച്ചിലുകൾ ഇന്ന് അവിടെ അവസാനിക്കും. ആമീൻ. എന്നേക്കും നിലനിൽക്കുന്ന ഒരു സന്തോഷം, ആമീൻ, എന്നെയും നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു സന്തോഷം. ഹല്ലേലൂയ. യേശു നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൽപ്പിച്ചാൽ അത് ആർക്കും എടുത്തു പറ്റത്തില്ല, ആർക്കും എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ആമീൻ. നമ്മുടെ വിശ്വാസ ജീവിതം ഇതായിരിക്കണം, നല്ല ഉറപ്പുള്ളവരായിരിക്കണം. ആമീൻ. ഹല്ലേലൂയ. രോഗമൊക്കെ വരും, ഹല്ലേലൂയ, പ്രയാസമൊക്കെ വരും, പ്രശ്നങ്ങളൊക്കെ വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഞാൻ നിങ്ങളെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ച ഒരുവനെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ആമീൻ. അവനെ നമ്മൾ ആരാധിക്കുന്നത്, അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആമീൻ. ഹല്ലേലൂയ. ആർക്കും തരാൻ പറ്റാത്തൊരു സന്തോഷം എൻ്റെ യേശുവിനല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റുകയില്ല. ആമീൻ. നല്ല ജോലി ലഭിക്കുമ്പോൾ, നല്ല പ്രൊമോഷൻ ലഭിക്കുമ്പോഴൊക്കെ സന്തോഷമുണ്ട്. അത് ലോകപരമായ സന്തോഷമാണ്. നാളെ നിനക്ക് ആ ജോലി നഷ്ടപ്പെട്ടേക്കാം. ആമീൻ. ഹല്ലേലൂയ. ഇപ്പൊ നീ അനുഭവിക്കുന്ന സാമ്പത്തികമായ ഭദ്രതയും ആ സന്തോഷമൊക്കെ ചില സമയങ്ങളിൽ ആമീൻ ഹല്ലേലൂയ നഷ്ടപ്പെട്ടേക്കാം. ഹല്ലേലൂയ. ഇപ്പൊ നീ ആമീൻ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കുന്നു. ഹല്ലേലൂയ. ആ ആരോഗ്യം ചില സമയങ്ങളിൽ നഷ്ടപ്പെട്ടേക്കാം. ഹല്ലേലൂയ. അത് നമ്മുടെ കയ്യിലല്ല. ആമീൻ. അത് നമ്മൾ നഷ്ടപ്പെടുന്നതിന് മുമ്പേ ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിലോട് ചേർന്ന് നിന്നാൽ ആമീൻ ഹല്ലേലൂയ, അവൻ നമ്മുടെ ദുഃഖത്തെയും നമ്മുടെ നിരാശകളെയും പ്രയാസങ്ങളെയൊക്കെ മാറ്റി എന്നേക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷം, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരും. ഹല്ലേലൂയ. അവിടാണ് നമ്മൾ മാനിക്കപ്പെടുന്നത്, അവിടാണ് നമ്മൾ ഉയർത്തപ്പെടുന്നത്. ആമീൻ. ഈ യേശുവിനെ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ആമീൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നത്. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. റോമ ഗവൺമെന്റ് പറഞ്ഞു, നോ, അവൻ പുറത്തു വരില്ല. ആമീൻ. ഹല്ലേലൂയ. അവനെ മുദ്ര വെച്ച് ആമീൻ റോമ ഗവൺമെന്റ് ആമീൻ ഹല്ലേലൂയ വലിയൊരു കല്ലുരുട്ടി വെച്ച്, ആർക്കും ഉരുട്ടി മാറ്റാൻ പറ്റാത്ത കല്ലുരുട്ടി വെച്ച് ആമീൻ അവനെ ഹല്ലേലൂയ ലോക്ക് ചെയ്ത്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിനൊക്കെ അത് നിസാരമാ. ആമീൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, അവൻ മരണപാശങ്ങളെ അഴിച്ച് അവൻ പുറത്തു വന്നു. ആമീൻ. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? കുറച്ച് നാളുകൾ നിങ്ങൾ അനുഭവിച്ച ദുഃഖത്തിനും നിരാശയ്ക്കും പ്രയാസത്തിനും ആമീൻ ഹല്ലേലൂയ നിങ്ങൾ അനുഭവിച്ച യാതനകൾക്കും വിലാപത്തിനുമല്ല ആമീൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആമീൻ എന്നേക്ക് നിലനിൽക്കുന്ന ഒരു സന്തോഷം എനിക്കും നിങ്ങളുടെയും ജീവിതത്തിൽ തരാൻ വേണ്ടി എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ പുറത്തു വന്നു. അവൻ ഇപ്പോൾ നമ്മുടെ കൂടെയാണ്. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവൻ നമ്മളോടൊപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അടുത്തിരിക്കുന്ന ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ, മൂത്തോടൊന്ന് ചിരിച്ചിട്ട് പറ, ഒന്ന് വിശ്വസിക്കണേന്ന് പറ. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ?
എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ച് പറഞ്ഞു വിടാനല്ല വന്നത്. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആമീൻ. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ആർക്കും തരാൻ പറ്റാത്തൊരു സന്തോഷം. ആമീൻ. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ഇന്ന് മാറ്റി വെച്ച് ആമീൻ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആരാധിക്കാൻ പോവുക. സർവ്വതും മറന്ന് നിങ്ങളൊന്ന് ആരാധിച്ചാൽ ഇന്ന് പകൽ നീ അനുഭവിക്കാത്തൊരു സന്തോഷം ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരുവാൻ പോവുക. ആമീൻ. അതുകൊണ്ട് ആമീൻ എല്ലാ കിരീടങ്ങളെയും ഒന്ന് താഴെ വെച്ച് നമ്മുടെ അറിവിനെയല്ലേ ഒന്ന് താഴെ വെക്കണം. ആമീൻ. ഹല്ലേലൂയ. എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം അറിയാം എന്നുള്ള അറിവിനെ എല്ലാം താഴെ വെച്ച് ഹല്ലേലൂയ നമ്മൾ യേശുവിനോടൊപ്പം നമ്മളിന്ന് ആരാധിക്കാൻ പോവുക. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഇന്ന് അവൻ ജീവിക്കുന്നു. ഇന്നവൻ ജീവിക്കുന്നു. അവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ആമീൻ. ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ അരുമനാഥൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര സൗഭാഗ്യമായ ഈ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഇതിൽ പരം ഒരു സന്തോഷമില്ല. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഞാൻ മറ്റുള്ള മേഖലകളിലെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന പോലൊരു സന്തോഷം വേറെ എങ്ങും കിട്ടിയില്ല. ഹല്ലേലൂയ. അതാ ക്രിസ്തുവിൽ വസിക്കുന്നവരുടെ മേൽക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം. ആമീൻ. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുകയില്ല. ആമീൻ. ചിലരെന്നോട് പറഞ്ഞു ഇപ്പോഴേ പോകണ്ട ബ്രദറെ എന്ന് പറഞ്ഞു. ചർച്ചിൽ ഞങ്ങളുടെ മാനേജർ പറഞ്ഞു ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇപ്പം നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുന്നതല്ലേ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ ഈ ഓൺലൈനിൽ ഇരിക്കുമ്പോഴും നമ്മുടെ സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നൊരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കണമെങ്കിൽ ഇവിടെ കടന്നു വന്നേ പറ്റൂ. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾ ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമീൻ. സഭ മുഴുവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കർത്താവ് ഇന്ന് ബലമായിട്ട് നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. എന്തു പ്രശ്നം വന്നാലും നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിച്ചോണം. ഹല്ലേലൂയ. പ്രയാസപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കരുത്. ആമീൻ. ആ കരയുന്ന സമയം കൂടെ നിങ്ങൾ കർത്താവിന് മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ആമീൻ. ആരും നിങ്ങൾക്ക് സഹായത്തിനില്ലെങ്കിലും ആമീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനയുടെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ എൻ്റെ യേശു ഇറങ്ങി വരും. ഞാനത് കണ്ടതുകൊണ്ടാണ് എൻ്റെ അച്ഛായ ഞാൻ പറയുന്നത്. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. അനസ്തേഷ്യക്ക് വന്ന ഡോക്ടർ പോലും എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ നിങ്ങൾക്കൊരു പേടിയില്ലല്ലോ എന്ന്. ഞാൻ മുമ്പ് സാക്ഷ്യത്തിൽ പറഞ്ഞതാ. ആമീൻ. ഹല്ലേലൂയ. എന്തിനാ ചായ പേടിക്കുന്നേ? ഹല്ലേലൂയ. പിന്നിൽ നമ്മളെ താങ്ങാൻ ഒരു ദൈവത്തിൻ്റെ കര ഉണ്ടുവെങ്കിൽ ആമീൻ. ഹല്ലേലൂയ. ആമീൻ. മറ്റാരെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപയാൽ നിൽക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. വേഗത്തിൽ ചാടി എഴുന്നേറ്റായിട്ട്, നമുക്ക് സമയമില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ദുഃഖങ്ങളെയും നിങ്ങളുടെ നിരാശകളെയും എൻ്റെ ദൈവം എടുത്ത് മാറ്റുകയാണ്. ഹല്ലേലൂയ. നിങ്ങളിന്ന് കയറി ഒന്ന് വിശ്വസിച്ചോണം. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾക്ക് ആർക്കും തരാൻ പറ്റാത്ത സന്തോഷമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളുടെ മുതലാളിക്കോ മാനേജറിനോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അപ്പനോ അമ്മയ്ക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ ആമീൻ നിങ്ങൾക്ക് തരാത്തൊരു സന്തോഷം എൻ്റെ യേശുവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ആമീൻ. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിലൂടെ ലഭിക്കുന്ന സന്തോഷം അതെന്നേക്കും